പുതിയ പാത്രത്തിൽ പുതിയ വിഭവം. ഇപ്പോൾ നമ്മളിന്ന് പുതിയത് കിട്ടിയ പാത്രത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ നെയ് പത്തലും പള്ളിക്കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ സവോള, തക്കാളി, പച്ചമുളക്, പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഉപ്പിട്ട് നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ വെച്ച് കൈ കൊണ്ട് ഞെരടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെയ്പത്തൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. ഉപ്പും ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ച് അതിൽ നമ്മുടെ കുഞ്ഞുള്ളി ഉണ്ടല്ലോ അതും പെരിഞ്ജീരകവും പിന്നെ നല്ല ജീരകവും കൂടി അരച്ച് അതുപോലെ പരത്തി എണ്ണയിലിട്ടിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റായിട്ടോ. നമ്മുടെ ബീഫ് വെന്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വറവ് നമ്മൾ ചേർക്കും. ഇതിൻ്റെ വിശദമായ വീഡിയോ ചാനലിലുണ്ട് കേട്ടോ. പെരിഞ്ജീരകവും കുഞ്ഞുള്ളിയും വറ്റൽമുളകും തേങ്ങയും അതുപോലെ തന്നെ നമ്മുടെ നാടൻ പച്ചമുളകും ഇതുപോലെ അങ്ങനെ അരച്ച് വൃത്തിയാക്കി അതിനെ നമ്മുടെ ആ ഒരു ബീഫിൻ്റെ വെള്ളത്തിൽ വേവിച്ചെടുത്ത് ഏറ്റവും ലാസ്റ്റ് ബീഫും കൂടി ഇട്ടിട്ട് കുറുക്കിയെടുക്കുമ്പോൾ സംഭവം സെറ്റാണ് കേട്ടോ. ഇത് കഴിക്കാൻ വേണ്ടിയിട്ടേ ഒരു പ്രത്യേക രുചിയാണ്. കുറച്ച് ക്രിസ്പിയും പിന്നെ സോഫ്റ്റും ആയിട്ടുള്ളത്. ഉണ്ടാക്കി നോക്കി